ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ് നമ്മുടെ യുവത്വം അല്ലെങ്കിൽ നമ്മുടെ പ്രായം. നമുക്ക് ഒരു 20 വയസ്സുള്ള ആളാണെങ്കിൽ അയാളെ കണ്ട 30 വയസ്സ്, അതുപോലെ 50 വയസ്സുള്ള ഒരാളെ കാണുമ്പോൾ 70 വയസ്സ്, അങ്ങനെയൊക്കെയാണ് തോന്നിപ്പിക്കുന്നത്. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ഏജ് കുറയ്ക്കാനായിട്ട് സാധിക്കണില്ല. നമ്മൾ കണ്ടമാനം മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിക്കും. ഇപ്പം മറ്റുള്ളവർ കാണുമ്പോൾ പറയുകയാണ് എന്തൊരു പ്രായം തോന്നിക്കുന്നത്. നിങ്ങൾ ഈ കണ്ട പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കണേക്കാളും മുൻപ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അതേ പ്രായത്തിലേക്ക്, അതിനേക്കാളും നിങ്ങൾക്കുള്ള പ്രായത്തിനേക്കാളും ഒരു 5 വയസ്സ് കുറവ് തോന്നിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അധികം വലിച്ചെന്ന് കിട്ടാതെ നമുക്ക് കരുത്തേക്ക് വരാം. നമ്പർ 1, നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിൽ ആ ഒരു മാറ്റം കാണാനായിട്ട് സാധിക്കും. നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ വന്ന് നല്ല തുടുത്ത് നമ്മുടെ സ്കിന്ന് ഒരു ചുളി പോലും ഇല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ സ്കിന്നും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ഈ ത്വക്കിൻ്റെ ഈ മാറ്റങ്ങളാണ് നമുക്ക് ഏജിങ് വരുത്തുന്നത്. അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്പർ 2, പ്രോട്ടീൻ, ഫാറ്റ് ഇത് രണ്ടടങ്ങിയ ഫുഡ് കഴിക്കുക. ഈ ഫാറ്റ് എന്ന് പറയുമ്പോൾ ഈ റെഡ് മീറ്റ് അല്ല കേട്ടോ, നല്ല ഫാറ്റുകളുണ്ടാവും. വെളിച്ചെണ്ണ, ഒലീവ് ഓയിൽ, എഗ്ഗ് ഇതൊക്കെ നിങ്ങൾ ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തുക. ഈ വെളിച്ചെണ്ണ ഓവറായിട്ട് ചൂടാക്കാതെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമ്പർ 3, നിങ്ങൾ ഡെയിലി ഓയിൽ മസാജ് ചെയ്യാം. അതായത് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കല്ല കേട്ടോ ഞാൻ പറയണത്. ഈ സെൻസിറ്റീവ്, ഡ്രൈ സ്കിന്ന് ഇങ്ങനെയുള്ളവർക്കെല്ലാം ഓയിൽ മസാജ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരാഴ്ച ചെയ്ത് നോക്കൂട്ടെ. നിങ്ങളുടെ മുഖത്തിന് ഒരു പ്രത്യേക ഒരു കളറും ഒരു ഭംഗിയും, അതായത് മുഖത്തിന് പ്രത്യേക ഭംഗി തന്നെ വരും ഓയിൽ മസാജ് ഒക്കെ ചെയ്യുമ്പോൾ. ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള ആളാണ്. പിന്നെ എനിക്ക് നിർത്തേണ്ടി വന്നു, എൻ്റെ മുഖത്ത് കുരുക്കൾ വന്നപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം. നമ്പർ 4, വിറ്റാമിൻ എ, വിറ്റാമിൻ ഇ ഇത് രണ്ടുമുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കാം. വിറ്റാമിൻ എ കൂടുതലായിട്ടുള്ളത് ഞാൻ പറയാട്ടോ, ഇലക്കറി, നട്ട്സിൽ തന്നെ ബദാം, വാൾനട്ട്, കപ്പലണ്ടി, പിന്നെ തവിടുള്ള അരി, ആവക്കാഡോ. നെക്സ്റ്റ് വിറ്റാമിൻ എ ഈ ലിവറുകളില്ലേ, അതായത് ചിക്കൻ്റെ ലിവർ ആയിക്കോട്ടെ, ബീഫ് എന്തിൻ്റെ ലിവറുകൾ, പിന്നെ ചെറിയ മീനുകൾ ഇത് നന്നായിട്ട് കഴിക്കുക. വിറ്റാമിൻ ഇ നന്നായിട്ടുള്ളതാണ് ഇതെല്ലാം. നമ്പർ 5, ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാം. ഈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഈ കളറുള്ള ഫ്രൂട്ട്സ് ഇല്ലേ, അത് റെയിൻബോ ഫ്രൂട്ട്സ് എന്ന് പറയും. യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ ഇതൊക്കെ നന്നായിട്ട് കഴിക്കാം. നമ്പർ 6, വെയിലത്ത് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് ഇറങ്ങുക. സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ലോക്കൽ സൺസ്ക്രീൻ എന്നല്ല, നല്ല റേറ്റിൻ്റെ നല്ല ബ്രാൻഡിൻ്റെ ഉപയോഗിക്കുക. ലോക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖം ഇരുണ്ട് പോകാനാണ് ചാൻസ്. ഞാനൊരു വട്ടം ഇതുപോലെ മീഷോന്ന് ലോക്കൽ സൺസ്ക്രീൻ, പേര് ഞാൻ പറയില്ലേ, വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് മുഖം വെയിലത്ത് ഇറങ്ങിയപ്പോൾ നന്നായിട്ട് കറുത്തു പോയി മുഖം. അപ്പം അങ്ങനെയല്ല, നല്ല ബ്രാൻഡ് ഉപയോഗിക്കാം. നമ്പർ 7, രാവിലെ വൈകുന്നേരം മുഖത്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിനെ എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും, നല്ലൊരു കാണുമ്പോൾ തന്നെ ഒരു മോയ്സ്ചറായിട്ടിരിക്കാനും, എല്ലാത്തിനും ഒരു ഗ്ലോ കിട്ടാനും എല്ലാത്തിനും നല്ലതാണ് മോയ്സ്ചറൈസർ ഇട്ടുക. അപ്പോൾ നിങ്ങൾ ഡെയിലി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, മറന്നു പോകരുത്. നമ്പർ 8, ഇലക്കറികൾ നന്നായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താം. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഫുഡിൽ ഇലക്കറികൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ തോരനായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെച്ച് കഴിക്കാമല്ലോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കുക. എന്തായാലും നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തണം. ചെറുപ്പം നിർത്താനായിട്ട് ഇത്രയും നല്ല ഫുഡുകൾ വേറെ ഇല്ല. അതായത് അത്രയും നല്ലതാണ് ഈ ഇലക്കറികൾ കഴിക്കുക എന്നുള്ളത്. നമ്പർ 9, ഗ്രീൻ നിറത്തിലുള്ള വെജിറ്റബിൾസ് ഇല്ലേ, അത് കൂടുതലായിട്ട് കഴിക്കാം. നമ്പർ 10, ഈ ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക. ഈ ജങ്ക് ഫുഡുകൾ എന്ന് പറയുമ്പോൾ പിസ്സ, ബർഗർ, അൽഫാം ഇതുപോലുള്ള സംഭവങ്ങളില്ലേ, ഇതൊക്കെ നമ്മൾ ആഴ്ചയിൽ 1 വട്ടം 2 വട്ടം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പ്രശ്നമാണ്. മാസത്തിൽ 1 വട്ടമൊക്കെ കഴിക്കാം, അതും ഒഴിവാക്കണം നല്ലത്. പക്ഷെ അത്രയ്ക്കും കൊതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാമെന്ന് മാത്രം. അത് പരമാവധി ഒഴിവാക്കുക. ഇന്നത്തെ എല്ലാവർക്കും പെട്ടെന്ന് ഏജ് വരാനും, ഇപ്പോൾ എത്ര ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവർ കാണുമ്പോൾ ഏജ് തോന്നിക്കുകയാണ്. ഭയങ്കര ഓവറായിട്ടുള്ള തടി, അതുപോലെ സ്കിന്നൊന്നും ഒരു സോഫ്റ്റ്നെസ് ഇല്ല. അതിനെല്ലാത്തിനും കാരണം ഈ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഈ ഹോട്ടൽ ഫുഡും ഈ ബേക്കറി ഫുഡാണ്. അപ്പോൾ പരമാവധി കുട്ടികൾക്കൊന്നും കൊടുക്കാതിരിക്കുക. പിന്നെ വലിയ ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ പരമാവധി കുറച്ച് ഉപയോഗിക്കാം. റെഡ് മീറ്റ് അതെല്ലാം നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഏജ് ആക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം പരമാവധി ഒഴിവാക്കുക. പിന്നെ ഇതെല്ലാം ശ്രദ്ധിച്ചാലും നമുക്ക് ഏജ് വരുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ആലോചിക്കണം, നമുക്ക് എന്തോ കാര്യമായിട്ട് നമ്മുടെ മനസ്സിന് പ്രശ്നമുണ്ട്, സ്ട്രെസ്സോ ഡിപ്രഷനോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് ഒരു രീതിയിലും നമ്മൾ ചെറുപ്പമാവണില്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കാം നമ്മുടെ പ്രശ്നം. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിട്ട് അതിന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. പിന്നെ എന്താ പറയുക, ഇന്ന് എനിക്ക് തീരെ ഒരു ഉഷാറില്ല കേട്ടോ വീഡിയോ ചെയ്യാനായിട്ട്. എന്നാലും ഒരിക്കലും വീഡിയോ മുടക്കരുതെന്ന് വെച്ചിട്ട് ഞാൻ വന്ന് ചെയ്യുന്നതാണ്. എന്തോ സംസാരത്തിലൊന്നും ഒരു ഉഷാർ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. എൻ്റെ ഇന്നലത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.
നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക്സ് യൂണിവേഴ്സ്, താങ്ക്സ് ഓൾ. എല്ലാവർക്കും നന്ദി. ടാറ്റാ.